ദൈവസ്വരം കേൾക്കാൻ നമുക്ക് കാതോർക്കാം. ദൈവകരം പിടിക്കാൻ നമുക്ക് കരങ്ങൾ കോർക്കാം. കോടാനുകോടി മാലാഖ വൃന്ദങ്ങളുടെയും സ്വർഗീയ പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും മധ്യേ സ്വർഗീയ സിംഹാസനത്തിൽ തന്നെ ശൂന്യനാക്കി തൻ്റെ ശരീരം വിഭജിച്ച് തിരുരക്തം പാനം ചെയ്തത് കുഞ്ഞെ, നിന്റെ പാപപരിഹാരത്തിനായി വെറും ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ മകനെ മകളെ നിന്റെ ശരീരമാകുന്ന ദേവാലയത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് നീ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഓടി വരുന്നത് നിന്നോടുള്ള എൻ്റെ സ്നേഹത്തെ പ്രതിയാണ്. നിനക്കറിയാമോ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവുമാണ്. മകനെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഒട്ടും സംഭ്രമിക്കേണ്ട. ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിനക്കറിയാമോ, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. മകനെ, നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. നിനക്കറിയാമോ, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. നിന്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ ഞാൻ രേഖപ്പെടുത്തി. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ കീഴ് ചേർത്ത് പിടിക്കുന്നത് പോലെ ഞാൻ നിന്നെ എൻ്റെ മാറോട് ചേർത്തണച്ചു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തി രക്ഷിക്കും. ഞാൻ നിന്നോട് കൂടെ വരികയും ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹിക്കും. ഭയപ്പെടേണ്ട, യുഗാന്തം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. ഞാൻ നിന്നോടുകൂടി വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാവുന്നത്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കും. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. മുമ്പിലും പിമ്പിലും അവിടുന്ന് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഞാനാണ് ജീവൻ്റെ അപ്പം. അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവൻ്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ? അഥവാ മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റേതാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാവങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ
കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന്. അന്ധകാരത്തിൻ്റെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരം തുറക്കപ്പെടും. ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. നിങ്ങളുടെ പാവങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക.